പാവം പാവം അബ്ദുള്ള കുട്ടി, പാവം പാവം അത്ഭുത കുട്ടി. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ BJP തുറപ്പിച്ചിട്ടാക്കി ഇറക്കിയിരിക്കുന്നത് മറ്റാരെയുമില്ല, പണ്ടത്തെ പോലെ അബ്ദുള്ള കുട്ടിയെ. അബ്ദുള്ള കുട്ടിക്ക് സീറ്റില്ല, അബ്ദുള്ള കുട്ടിക്ക് ഒന്നുമില്ല. ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവി മാത്രം. ആ പദവി വെച്ചുകൊണ്ട് അബ്ദുള്ള കുട്ടി അങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഷൈൻ ചെയ്ത് നിൽക്കുന്ന അബ്ദുള്ള കുട്ടിക്ക് പിന്നിൽ നോക്കുമ്പോൾ അബ്ദുള്ള കുട്ടി കാണുന്നത് വെറുമൊരു ശൂന്യത. ഇത്തവണ കുട്ടിക്ക് സീറ്റില്ല. കുട്ടിക്ക് സീറ്റില്ലെങ്കിലും കുട്ടി വാവിട്ട് നിലവിളിക്കില്ല. കുട്ടി ഒട്ടി ഒട്ടി നിൽക്കും. നരേന്ദ്രമോദിയോട് ഒട്ടി നിന്നുകൊണ്ട് തൻ്റെതായ നിലപാട് തറകൾ വ്യക്തമാക്കും നമ്മുടെ അബ്ദുള്ള കുട്ടി. കുട്ടി നടത്തിയ പ്രസംഗങ്ങളെല്ലാം പ്രശ്നമായി മാറി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് കുട്ടി നടത്തിയ പ്രസംഗം അത് വലിയ വിവാദമായി മാറി. വലിയ വിവാദമായി മാറി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് കുട്ടി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് കുട്ടിക്കെതിരെ കേസുമായി. ഈ കുട്ടിക്കെതിരെ കേസൊക്കെ ആയെങ്കിലും കുട്ടിയുടെ നേതാവുമായ അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിയുടെ പാർട്ടിയുടെ തുറപ്പിച്ചിട്ടുമായ സുരേഷ് ഗോപിക്കെതിരെയും കേസൊക്കെ ആയിട്ടു. ഈ BJP നേതാക്കളൊന്നും മിണ്ടുന്നില്ല. സുരേഷ് ഗോപിയെ കുറിച്ച് മിണ്ടുന്നുണ്ട്. സുരേഷ് ഗോപിയെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ അബ്ദുള്ള കുട്ടിയെ പറ്റി ഒന്നും അവര് പറയുന്നില്ല. അബ്ദുള്ള കുട്ടിയെ ഉപേക്ഷിച്ചിരിക്കുന്നു BJP. അബ്ദുള്ള കുട്ടിക്ക് ഇനി ചേക്കേറാനൊരു ഇടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. നമ്മുടെ അബ്ദുള്ള കുട്ടി എവിടെ പോയി ചേക്കേറും? മനുഷ്യപുത്രന് മണ്ണിൽ ഇറങ്ങാൻ സ്ഥലമില്ല. അബ്ദുള്ള കുട്ടി മനുഷ്യപുത്രനൊന്നുമില്ല. അബ്ദുള്ള കുട്ടി ഒരുപാട് കളികൾ കളിച്ച അത്ഭുത കുട്ടിയാണ്. എന്തൊക്കെ രാഷ്ട്രീയ സമസ്യകളാണ് അബ്ദുള്ള കുട്ടി കൊണ്ടുവന്നത്. എന്തൊക്കെ രാഷ്ട്രീയ സമസ്യകളുടെ ആന്തരിക ഫലങ്ങളാണ്, എന്തൊക്കെ രാഷ്ട്രീയ സമസ്യകളുടെ ഉത്തരമാണ് അബ്ദുള്ള കുട്ടി കൊണ്ടുവന്നത്. ആ ഉത്തരങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയിൽ കേരള ജനങ്ങൾ തിരിച്ചറിഞ്ഞു അബ്ദുള്ള കുട്ടി തനി ഫ്രോഡാണ്. ഇപ്പോൾ BJPയും പറയാതെ പറഞ്ഞിരിക്കുന്നു. അബ്ദുള്ള കുട്ടിയെ കൊണ്ട് കേരളത്തിൻ്റെ ഒരു പ്രയോജനമില്ല, ബംഗാളിന് പ്രയോജനമില്ല, ത്രിപുരയിൽ പ്രയോജനമില്ല. ഉത്തരേന്ത്യയിൽ അബ്ദുള്ള കുട്ടി പോയി കഴിഞ്ഞാൽ കല്ലം. കാരണം ഉത്തരേന്ത്യയിൽ അത്ര തീവ്ര ഹിന്ദുത്വ വികാരമുള്ള, ഉത്തരേന്ത്യയിൽ ശക്തമായ ഹിന്ദുത്വ വികാരമുള്ള ജനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് മോദി രാമക്ഷേത്രം ഉത്തരേന്ത്യയിൽ കൊണ്ട് പണിഞ്ഞത് UP. എന്തായാലും അബ്ദുള്ള കുട്ടിയുടെ ഗതി അതോടെ. ഇനി അബ്ദുള്ള കുട്ടിക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിഗണന BJP നൽകും എന്നുള്ളത് ചർച്ചാ വിഷയം. ഈ ഇലക്ഷനിൽ തുറപ്പിച്ചിട്ടാക്കിക്കൊണ്ട് അബ്ദുള്ള കുട്ടിയെ BJP മുന്നോട്ട് നയിക്കും. തുറപ്പിച്ചിട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അബ്ദുള്ള കുട്ടി ഇലക്ഷൻ കഴിയുന്നതോടെ കറിവേപ്പിലയായി കഴിഞ്ഞു ഇപ്പോഴേ അബ്ദുള്ള കുട്ടി. അദ്ദേഹം അത് തിരിച്ചറിയുന്നുമുണ്ട്. അദ്ദേഹം ചില്ലറ രാഷ്ട്രീയക്കാരനല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു വ്യക്തിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന വ്യക്തിക്ക് കറിവേപ്പിലയാകുന്നത് എങ്ങനെ, എപ്രകാരം, ഏത് രീതി എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാലും ഇങ്ങനെ വേണമായിരുന്നോ BJP? അബ്ദുള്ള കുട്ടിയെ കറിവേപ്പില ആക്കണമായിരുന്നു. പാവം ഓടി നടക്കുകയാണ് BJPക്ക് വേണ്ടി. കഷ്ടം, ഓടി നടക്കുകയാണ് BJPക്ക് വേണ്ടി. പാവം അബ്ദുള്ള കുട്ടി, പാവം അത്ഭുത കുട്ടി. ഒരു കാലത്ത് CPMന്റെ അത്ഭുത കുട്ടി, ഇപ്പോൾ അബ്ദുള്ള കുട്ടി ഓടി നടക്കുകയാണ് മലപ്പുറത്തും ഒക്കെ. പക്ഷേ അയാളുടെ രാഷ്ട്രീയ ഭാവി തീർന്നിരിക്കും. ഇത് മുസംഗികൾക്ക് ഒരു പാഠമാകണം.